സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അങ്ങ് തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ വിദേശ ബന്ധമൊക്കെ അറിയും. ഇക്കാര്യത്തിൽ എന്താണ് ഇതിന് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. SIT എനിക്ക് ആ വിവരം തന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. 500 കോടിയിലധികം വരുന്നൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും മറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. കേരള പോലീസ് അന്വേഷിച്ചാൽ അത് തൃപ്തികരമാവും. കാരണം രാജ്യാന്തര മാഫിയ ഉള്ളത് കൊണ്ട് തന്നെ അത് കേരള പോലീസിനെ കൊണ്ട് സാധിക്കും. അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇന്ന് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല. എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിലും എനിക്ക് സംശയമില്ല. പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് SIT തന്നെയാണ് പറയേണ്ടത്. ഏതായാലും ശരി, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിൻ്റെ കള്ളക്കളി ഇതിൻ്റെ പിന്നിലുണ്ട്. പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടെടുക്കുന്നില്ല? ആ വലിയൊരു ചോദ്യമല്ലേ. എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല? കാരണം തൊണ്ടി മുതൽ എവിടെ പോയി? ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ? എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.